ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 66 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻ പറയുന്നു. 1 ശമൂവേൽ 25 മുതൽ 28 വരെയും ലൂക്കോസ് 22 അധ്യായത്തിൽ നിന്നുമായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എന്റെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേരുമ്പോൾ എന്റെ അപ്പന്റെ പേര് കിട്ടും, ഞങ്ങൾ ആരെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതിൽ ഉത്തരം എന്റെ പേരെന്നുള്ളത് അപ്നേർ എന്നുള്ളതും അപ്പന്റെ പേര് നേർ എന്നുള്ളതാണ് കേട്ടോ. 1 ശമൂവേൽ 26 5 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷി പാഠഭാഗത്തുണ്ട്, ഏതാണത് എന്നുള്ളതായിരുന്നു. ഉത്തരം കാട്ടുകോഴി എന്നുള്ളതാണ്. 1 ശമൂവേൽ 26 20 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു രാജാവ് മറ്റൊരു രാജാവിനെ സ്വന്തം പുത്രനെ വിളിക്കുന്നത് പോലെ 3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, ആരെ വിളിച്ചത് എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ശൗൽ ദാവീദിനെ എന്നുള്ളതാണ്. വിളിച്ചത് എന്റെ മകനെ ദാവീദേ എന്നുള്ളതാണ് കേട്ടോ. 1 ശമൂവേൽ 26 17 21 25 വാക്യങ്ങളിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: നാബാലിന്റെ പക്കലുള്ളത് എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം ഭോഷത്വം എന്നുള്ളതാണ് കേട്ടോ. 1 ശമൂവേൽ 25 25 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: മാനസിക ദുഃഖം എന്നർത്ഥമുള്ള ഒരു പദം ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം മനോവ്യത എന്നുള്ളതാണ്. 1 ശമൂവേൽ 25 31 വാക്യത്തിലാണ് ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻസേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു. 1 ശമൂവേൽ 29 മുതൽ 31 വരെയും 2 ശമൂവേൽ 1 അധ്യായം, ലൂക്കോസ് 23 അധ്യായം. ഇത്രയും ചാപ്റ്റേഴ്സ് എന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.